ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഏകദേശം ഒരു മാസം മുന്നേ സ്കോഡ നമ്മളെ കൈലാക്കിൻ്റെ ഇനീഷ്യൽ പ്രൈസിങ് കാണിച്ചെന്ന് ഞെട്ടിച്ചാണ് അതിൻ്റെ റിവീൽ ടൈമിൽ. പക്ഷേ ഇപ്പോൾ എന്തായാലും ഫുൾ പ്രൈസ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബേസ് മോഡൽ മുതൽ ടോപ്പ് വേരിയൻ്റ് വരെയുള്ള എല്ലാ സാധനങ്ങളും. ഇതിൻ്റെ അകത്ത് അന്ന് പോലെ നമുക്കറിയായിരുന്നു 7 വേരിയൻസ് ആണുള്ളതാണ്. അതിൽ 4 മാനുവലും അതുപോലെ 3 ഓട്ടോമാറ്റിക്കും തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, പ്രൈസിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, അതിന് മുന്നേ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ പറയണമല്ലോ. പക്ഷേ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ടോപ്പ് വേരിയൻസിൻ്റെ ആയാലും സ്കോഡ എന്തായാലും നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ സ്കോഡ പ്രൈസിങ്ങിലല്ല അവർ ഈ വാഹനം ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ഈവൻ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്. എന്തായാലും ബാക്കി ആസ്പെക്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഡിസൈൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. കൈലാക്ക് എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈനിലൊക്കെയാണ് വരുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് LED DRLS സൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ LED ആണ്. അതുപോലെ തന്നെ LED ഹെഡ്ലൈറ്റ്സും സാധനങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. കാണുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ഈ സെഗ്മെൻറ്റുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് അവർ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. റിയറിലാണെങ്കിലും LED ടെയിൽ ലാംപ്സും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഈവൻ നമ്മൾ ഫീച്ചേഴ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പോലും ഒരു രീതിയിലും ഈ വാഹനത്തിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ കുഷാക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെഗ്മെൻറ്റിൽ കുറച്ച് ഫീച്ചേഴ്സ് മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഈ വാഹനത്തിൻ്റെ കേസിൽ ഈ സെഗ്മെൻറ്റിലേക്ക് വരുമ്പോഴേക്കും പ്രത്യേകിച്ച് ഷോർട്ട് കമ്മിങ്സ് ഒന്നും തന്നെ ഇല്ലയെന്ന് പറയും. ഈ സെഗ്മെൻറ്റിൽ ബാക്കി കമ്പനികളൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിക്കോട്ടെ, 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, അതുപോലെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ഓട്ടോ AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ ഇലക്ട്രിക് സൺറൂഫ്, LED ഹെഡ്ലൈറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഈവൻ നമ്മുടെ വയർലെസ് ചാർജിങ് പാഡ് ആണെങ്കിലും. സോ ബേസിക്കലി എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ആൻഡ് സെഗ്മെൻറ്റിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് ഫ്രണ്ടിൽ 2 സീറ്റ്സിലും ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. ഈ സെഗ്മെൻറ്റിൽ പൊതുവേ ഡ്രൈവർ സൈഡ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത് തന്നെ വളരെ കുറവാണ്. ആകെപ്പാട് സോണറ്റിലും വെന്യൂലും മാത്രമാണ് നമുക്ക് 4-വേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റെങ്കിലും വരുന്നത് ഡ്രൈവർ സൈഡിൽ. ഈ വണ്ടിയിൽ പക്ഷേ നമുക്ക് 6-വേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഡ്രൈവർ സൈഡിലും അതുപോലെ തന്നെ കോ ഡ്രൈവർ സൈഡിലും സ്കോഡ കൊടുത്തിരിക്കുന്നത്. സോ അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഈവൻ ഡാഷ്ബോർഡ് ലേഔട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഇതിന് മുന്നേ റാറ്റ്ലിംഗ് പാർട്സ് നമ്മുടെ കുഷാക്കിലും സ്ലാവയിലൊക്കെ ഉണ്ടായിരുന്ന അവരെടുത്ത് കളഞ്ഞു. അതിന് പകരം കുറച്ചും കൂടെ മെച്ചോർ ആയിട്ടുള്ളൊരു ഡിസൈൻ ആക്കിയിട്ടുണ്ട്. സോ ഈ വണ്ടി എന്തായാലും കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ അധികം റാറ്റിലില്ല എന്ന് നമുക്ക് പറയാം. ഈവൻ റിയർ സീറ്റ് പാസഞ്ചേഴ്സിൻ്റെ സ്പേസ് ആണെങ്കിൽ പോലും കുഷാക്കിൻ്റെ അത്ര ഒന്നും ഇല്ല എങ്കിലും കുറച്ചും കൂടെ കുറവാണ് എന്നേ ഉള്ളൂ. 2560 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. എന്ന് വെച്ചാൽ കുഷാക്കിനേക്കാൾ ഏകദേശം 90 മില്ലിമീറ്റേഴ്സ് 80 മില്ലിമീറ്റേഴ്സിനടുത്താണ് വ്യത്യാസം വരുന്നത്. അത് കുഴപ്പമില്ല, കാരണം സ്പേസിൻ്റെ കാര്യത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ മിക്ക വാഹനങ്ങളും വീൽ ബേസ് 2500 വരുന്നത്. അതിലും കൂടുതൽ ഇതിൻ്റെ വീൽ ബേസ് ഉണ്ട്. ആൻഡ് നമുക്ക് ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ, അതുപോലെ 3 3-point സീറ്റ് ബെൽറ്റ്സ്, പിന്നെ റിയർ ആംറസ്റ്റ്, അതുപോലെ റിയർ AC വെൻസ്, പിന്നെ ചാർജിങ് പോയിന്റ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇതിനൊക്കെ പുറമെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നതിൻ്റെ എഞ്ചിൻ ഓപ്ഷനാണ്. നമുക്കിതിനകത്ത് പറഞ്ഞു വരുമ്പം ആകെ ഒരു ഒറ്റ എഞ്ചിൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ സെഗ്മെൻറ്റിൽ പല എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് മിക്ക കമ്പനികളുടെയും കൂടെ. ഇപ്പോൾ KM ഹ്യുണ്ടായിക്ക് ആണെങ്കിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ആകെപ്പാടെ 1 ലിറ്റർ TSI മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ഒറ്റ എഞ്ചിൻ തന്നെ ധാരാളമാണ്. കാരണം ഈ 1 ലിറ്റർ TSIയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന മറ്റ് കമ്പനികളുടെ 1.2 NA ആ ഒരു റേഞ്ചിലാണ്, ഓർ 1.2 MP5 ടർബോ ആ ഒരു റേഞ്ചിലാണ് ഉള്ളത്. പക്ഷേ ഇതൊരു GDI എഞ്ചിനാണ്, അതായത് ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ഫോക്സ്വാഗൻ ടൈംസിൽ നോക്കുകയാണെങ്കിൽ ടർബോ സ്റ്റാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന TSI ടെക്നോളജി വരുന്ന എഞ്ചിനാണ്. നമുക്ക് 115 PS പവറും അതുപോലെ തന്നെ 178 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. 6 സ്പീഡ് ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക്, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ കൂടെയാണ് ഇത് വരുന്നത്. GDI എഞ്ചിൻ നമ്മളിപ്പോൾ ബാക്കി കമ്പനികളിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ്. ആൻഡ് ബേസ് മോഡലൊന്നും ആരും കൊടുക്കുന്ന പോലുമില്ല. ഇപ്പോൾ ടർബോ ഉള്ള വണ്ടികൾ എന്നൊക്കെ പറഞ്ഞ് XV3X ആണെങ്കിലും നെക്സോൺ ആണെങ്കിലും രണ്ടിലും നമുക്ക് വരുന്നത് MPFI എഞ്ചിൻസ് ആണ് ബേസിക് വേരിയൻറ്റിൽ. നെക്സോണിൽ പിന്നെ GDI എഞ്ചിൻ അവർ ഇതുവരെ കൊടുത്തിട്ടില്ല ടർബോയിൽ. ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതിൻ്റെ വേരിയൻസും ട്രിംസും ഒക്കെയാണ്. നമുക്കിതിനകത്ത് ശരിക്കും 7 ട്രിംസ് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ തന്നെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയൻസ് ആണ്. ഒന്ന് ക്ലാസിക് ആണ്, അത് കഴിഞ്ഞ് സിഗ്നേച്ചർ ഉണ്ട്, സിഗ്നേച്ചർ പ്ലസ് ഉണ്ട്, ആൻഡ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് പ്രസ്റ്റീജ് വേരിയൻ്റ് ആണ്. ഇതിന് ക്ലാസിക്കിൻ്റെ പ്രൈസ് ആയിരുന്നു അവർ ഇതിന് മുന്നേ പുറത്ത് വിട്ടത്. ക്ലാസിക് ഒഴികെ ബാക്കി 3 വേരിയൻസിലും നമുക്ക് ഈ വാഹനത്തിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ്. ആകപ്പാടെ ക്ലാസിക്കിൽ മാത്രമേ ഓട്ടോമാറ്റിക് ഇല്ലാത്തുള്ളൂ. അതും ബാക്കി വേരിയൻസിൻ്റെ പ്രൈസൊക്കെ വെച്ച് ഓട്ടോമാറ്റിക്കും അവർ അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതും ഇതിൽ AMT അല്ല, ടോക്ക് കൺവേർട്ടർ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് പ്രൈസിങ്ങിലേക്ക് വരാം. ഇതിൽ ക്ലാസിക് എന്ന് പറഞ്ഞ ബേസ് മോഡലിൻ്റെ പ്രൈസ് നമുക്ക് ഓൾറെഡി അറിയാം, 7.89 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന സിഗ്നേച്ചർ വേരിയൻറ്റ്, അതായത് ക്ലാസിക് എന്ന് പറയുമ്പോൾ ബെയർ ബോൺസ് വേരിയൻ്റ് ആണ്, അധികം ഫീച്ചേഴ്സ് ഒന്നുമില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള പവർ വിൻഡോസ് അതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഓർഗൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ സിഗ്നേച്ചറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് 9.59 lakhs ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. എന്ന് വെച്ചാൽ പറഞ്ഞു വരുമ്പോൾ 1.7 lakhsനടുത്ത് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എന്നാൽ ആ ഡിഫറൻസിൽ നമുക്ക് ആവശ്യത്തിന് ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഈ സിഗ്നേച്ചർ വേരിയൻറ്റിൽ പറയുമ്പോൾ ആ അലോയ് വീൽസും അതുപോലെ 7 inches ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം
അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതും സെക്കൻഡ് ബേസ് മുതൽ ഒരു അലോയ് വീൽസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എന്നെ ഞെട്ടിച്ച കാര്യം. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് 10.59 ലാക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. 1 ലക്ഷം രൂപയുടെ വ്യത്യാസമുള്ളൂ. ടോക്കൺ കൺവേർട്ടർ ആകുമ്പോൾ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ടോട്ടലി ആക്സെപ്റ്റബിൾ ആണ്. കാരണം 1 ലക്ഷം രൂപ മിനിമം മിക്ക ടോക്കൺ കൺവേർട്ടർ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിക്കും മാനുവലിന് മുകളിൽ അഡീഷണൽ വരുന്നതാണ്. സിഗ്നേച്ചർ പ്ലസ് എടുക്കുകയാണെങ്കിൽ 11.4 ലാക്സ് ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് 1.8 ലാക്സിന് ഡിഫറൻസ് വരുന്നുണ്ട്. 1.8 ലാക്ക് ഡിഫറൻസിന് 10.25 ഇഞ്ച് ഇൻഫോർടൈം സിസ്റ്റം കിട്ടും. അതുപോലെ തന്നെ 8 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ ഓട്ടോ AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് സിഗ്നേച്ചർ പ്ലസിൽ ആഡ് ആവുന്നത്. ഇതിൻ്റെയും ഓട്ടോമാറ്റിക് 12.4 ലാക്സിലാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ഡിഫറൻസ് 1 ലാക്ക് തന്നെയാണ്, സെയിം ആണ്. ഇനി ടോപ്പ് ആൻഡ് പ്രസ്റ്റീജ് വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രൈസ് ഡിഫറൻസ് വരുന്നത് ഏകദേശം 1.95 ലാക്സിനടുത്താണ്. ആ ഡിഫറൻസിലാണ് നമുക്ക് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നത്. അതായത് ഇതിൻ്റെ വെന്റിലേറ്റഡ് സീറ്റ്സ്, അതുപോലെ വയർലെസ് ചാർജർ, ഇലക്ട്രിക് സൺറൂഫ്, പിന്നെ ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും ഇലക്ട്രിക് സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം പ്രസ്റ്റീജ് വേരിയൻറ്റിൽ മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 14.4 ലാക്സ് ആണ്. ഇവിടെ മാത്രം 1.05 ലാക്സിൻ്റെ വ്യത്യാസമുണ്ട്. അത് അവർ ആ ഒരു പ്രൈസിങ് 14.4 എന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടി ചെയ്തായിരിക്കും, 14.35 കൊണ്ട് നിർത്താതെ. എന്തായാലും ബാക്കി വേരിയൻസിൻ്റെയൊക്കെ ഫീച്ചേഴ്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ബ്രോഷറിലൊക്കെ ഉള്ളത്. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ വേരിയൻസും അതിൻ്റെ പ്രൈസിങ്ങും. ഇതിൽ നിന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഓരോ വേരിയൻസിനും ഇപ്പോൾ ബേസ് മോഡലിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് അത്യാവശ്യം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ബാക്കി വേരിയൻസിന് പ്രൈസ് ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ 1.5 ലക്ഷത്തിന് മുകളിൽ മിനിമം ഉണ്ട്. ഓൾമോസ്റ്റ് 2 ലക്ഷത്തിനടുത്തുണ്ട് എന്ന് പറയും മിക്ക വേരിയൻസിലും. അത് കുറച്ച് കൂടുതലാണ് നമ്മൾ ബാക്കി കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ. കാരണം ടാറ്റ, മഹീന്ദ്രയൊക്കെ ആണെങ്കിൽ, ഈവൻ എസ്പെഷ്യലി ടാറ്റ, അവർ ഒരുപാട് വേരിയൻസ് കൊടുക്കുന്നുണ്ട്. 50,000, 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആയിട്ട് നമുക്ക് മുകളിലത്തെ വേരിയൻസിന് കിട്ടിത്തുടങ്ങും. പക്ഷേ ഇവരുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ കൊടുക്കുന്ന അഡീഷണൽ പൈസയ്ക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം 4 വേരിയൻസിന് മാത്രമേ ഇവർക്ക് ബേസിക് ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ 2 ലക്ഷം രൂപയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എല്ലാ വേരിയൻസിലും. പ്രത്യേകിച്ച് സിഗ്നേച്ചർ പ്ലസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ 1.8 ലാക്സ് എന്ന് പറയുമ്പോൾ ഓൺ റോഡ് വരുമ്പോഴേക്കും 2 ലക്ഷത്തിനടുത്ത് ഡിഫറൻസ് വരും. അത്ര അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് അത് അത്രയും മൊത്തമായിട്ട് ഫുൾഫിൽ ചെയ്യുന്ന പോലെ തോന്നുന്നില്ല. പക്ഷേ എന്തൊക്കെയായാലും കമ്പനിക്ക് ലാഭം വേണമല്ലോ. പിന്നെ ബാക്കി കമ്പനികളുടെയൊക്കെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് അണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബാക്കി പ്രോഫിറ്റും കുറയും. ബേസ് മോഡൽ എന്തായാലും ഇവർക്ക് പ്രത്യേകിച്ച് വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 7.8 ലാക്സ് 7.9 ലാക്സ് എന്ന് പറയുന്നത് വളരെ ഒരു നോർമൽ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്, പ്രത്യേകിച്ച് ഒരു TSI പെട്രോൾ എഞ്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ ബാക്കി വേരിയൻസ് ഇപ്പോൾ ടോപ്പ് എൻ്റെയൊക്കെ എടുക്കുമ്പോഴേക്കും അവർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് ബാക്കി വണ്ടികളുടെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ കട്ട് ചെയ്തു എന്ന് ഞാൻ പറയാനുള്ള റീസൺ, നമ്മളിപ്പോൾ നെക്സോണിൻ്റെ ടോപ്പ് എൻഡ് നോക്കുകയാണെങ്കിൽ, അതായത് ടോപ്പ് എൻഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് വെച്ച് വരുന്ന വണ്ടിയുടെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ അത് 14.8 ലാക്സ് ആണ്. അതിനേക്കാൾ 40,000 രൂപ കുറവാണ്. അതുപോലെ ഈവൻ സോണറ്റിൻ്റെ ടോപ്പ് എൻഡ് ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക്, അതായത് DCT വരുന്ന അത് നോക്കുകയാണെങ്കിൽ അതും 14.91 ലാക്സ് ആണ്. സോ ഏകദേശം 52,000 അടുത്ത് ഇത് അണ്ടർ കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി അടുത്ത് വരുന്ന നമ്മുടെ XUV3X, അതായിരിക്കും മെയിൻ കോമ്പറ്റീഷൻ ഉള്ളത്. അത് പക്ഷേ 15.5 ലാക്സ് ആണ്. ടോപ്പ് എൻഡ് 1.2 GDI AX7L ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1.1 ലാക്സിനടുത്ത് ഇത് പ്രൈസ് അണ്ടർ കട്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് തീർച്ചയായും സ്കോഡ പല വാഹനങ്ങളുമായിട്ട് അണ്ടർ കട്ട് ചെയ്യുന്നുണ്ട്, ടോപ്പ് എൻഡ് ആയാലും അതുപോലെ തന്നെ ബേസ് മോഡൽ ആയാലും. ഇതിൻ്റെ ബുക്കിംഗ്സ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജാനുവരി 27 മുതലായിരിക്കും 2025. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. എനിക്കെന്തായാലും സ്കോഡയുടെ ഒരു ടിപ്പിക്കൽ ലൈൻ വിട്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ അവർ കുറച്ചും കൂടെ ഒന്ന് മാന്യത കാണിച്ചിട്ടുണ്ട് എന്നാണ് തോന്നിയത്. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ സ്കോഡ കൈലാക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.